Welcomes to Everything Happens channel. I am Captain Grandmaster ഷാജി മാത്യു. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ധർമ്മസ്ഥലയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങളുടെ കേസ് ഏറ്റെടുത്ത് കേസ് അന്വേഷിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ധർമ്മസ്ഥലയിലെ കേസന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതേപോലെ റവന്യൂ, ഫോറസ്റ്റ്, ഫോറൻസിക് വിഭാഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് നീക്കി തെളിവുകൾ കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് നടന്നിട്ടുള്ള ദുരൂഹ മരണങ്ങളെപ്പറ്റി അന്വേഷിക്കുവാൻ അധികാരസ്ഥാനങ്ങളും ഗവൺമെൻറ്റും തീരുമാനിച്ചതിൽ നമുക്ക് അവരോട് കൃതജ്ഞത രേഖപ്പെടുത്താം. സുഹൃത്തുക്കളെ, കാര്യക്ഷമമായി ഈ ടീം അന്വേഷിക്കുകയാണെങ്കിൽ എന്തായാലും എവിഡൻസ്, തെളിവുകൾ കിട്ടുമെന്നുള്ളതും ഇരകൾക്ക് നീതി ലഭിക്കുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൊലപാതക പരമ്പരകൾ കണ്ടതും മനോദുഃഖത്താൽ ഒളിച്ച് താമസിച്ചതുമായ ആള് സധൈര്യം വക്കീലന്മാർ മുഖേന വന്ന് ആ ശുചീകരണ തൊഴിലാളി അയാളുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ധൈര്യപൂർവം അയാൾ മുന്നോട്ട് വന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പെടുത്തലിൽ ധാരാളം ആളുകൾ ഭയപ്പെട്ട് ഇത് എന്താണ് നടക്കുന്നത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഇങ്ങനെ ഒരു ഏകാധിപത്യത്തിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളതായ ജനങ്ങളുടെ മുറവിളി കാരണം ഗവൺമെൻറ്റും അധികാരസ്ഥാനങ്ങളും നിവൃത്തിയില്ലാതെ അന്വേഷിക്കുക. ഇനി എങ്ങനെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാലും അന്വേഷണം സത്യസന്ധമായി നടന്ന് അക്കോർഡിംഗ് ടു ദി റൂൾ അനുസരിച്ച്, ബൈ ദ ലോ, നീതി അനുസരിച്ച് ആ ഇരകൾക്കും ആ കുടുംബത്തിനും നീതി ലഭിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവർക്ക് സ്വാർത്ഥ താല്പര്യം മൂലം മറ്റുള്ളവർക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മുടേതല്ല, അവിടെയാണല്ലേ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് മാനറിൽ നമ്മൾ എടുക്കുന്നത്, അതായത് ഒരു 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 താല്പര്യമില്ലായ്മ എടുക്കുന്നത് ശരിയല്ല. ഇത് ഓരോ പൗരനെയും ബാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ടാക്സും നമ്മൾ കൊടുക്കുന്ന ശമ്പളവും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ് ഈ അതീവ ദുരൂഹമായ ചെറുപ്രായത്തിൽ തന്നെ 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള ധാരാളം സ്ത്രീജനങ്ങളും അതേപോലെ തന്നെ മഫിയ ഗാങ്ങുകളുമായിട്ടുള്ള ഒരു വസ്തു ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഭീഷണിയും ഗുണ്ടായുസത്തിനും വേണ്ടിയിട്ടും എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്. ആ നേത്രാവതി പുഴയുടെ തീരത്തും നേത്രാവതി പുഴയിലും അല്ലാതെയും നടത്തിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ. ചിലർ പറയും ഒരു ശുചീകരണ തൊഴിലാളി, ഒരു സാക്ഷിയല്ലേ ഉള്ളൂ, പക്ഷേ അദ്ദേഹത്തിന് മാത്രം, ബാക്കിയുള്ളവർക്ക് ഭയമാണ്. അവരുടെ കുടുംബവും കൊല ചെയ്യപ്പെടും. ആക്സിഡൻറ്റിൽ കൊല ചെയ്യപ്പെടാം, അല്ലാതെ കൊല ചെയ്യപ്പെടാം, കത്തിച്ചു കളയാം, എന്ത് വേണമെങ്കിലും ആകാം. പിന്നെ നീതിക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ നീതി കിട്ടുന്നതിന് വേണ്ടി ആര് പണം മുടക്കും? അതിനോട് പണക്കാരെ കൊണ്ട് മാത്രമേ, കൊള്ളക്കാരെ കൊണ്ട് മാത്രമേ ഉന്നത വക്കീലുകളെ വെച്ച് നടത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഗവൺമെൻറ് തലത്തിൽ ആർക്ക് നടത്തും? ആര് കേസ് നടത്തും? അതിനുവേണ്ടിയുള്ള പാവങ്ങളാണ് ഈ കൊല ചെയ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഏത് കുടുംബവും പാവങ്ങളായി പോകും. അതിനാൽ മനുഷ്യരെന്ന നിലയ്ക്ക്, മനുഷ്യധർമ്മം എന്ന നിലയ്ക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അവൻ എന്നത്തെ കാലവും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല.
വെറും ഒരു വിസിറ്റേഴ്സായ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് പാവങ്ങൾക്ക് അധർമ്മം ചെയ്യാതെ ധർമ്മം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും പദവിയും കസേരയും കിട്ടിക്കഴിയുമ്പോൾ വന്നുപോയ വഴികൾ മറക്കാതെ പാവങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്ത് തൻ്റെ ജന്മത്തിനും മറുജന്മത്തിലും ഈ ജന്മത്തിലും ഒരു പുണ്യം ചെയ്തുകൊണ്ട് വേണം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങാനെന്ന് നമുക്ക് ആശിക്കാം, ചിന്തിക്കാം. സഹോദരങ്ങളെ, എന്തൊക്കെയാണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ, അതായത് നല്ല ട്രാക്ക് റെക്കോർഡുള്ള DGPയുടെ നേതൃത്വത്തിൽ, DGP തന്നെയല്ല വനിതാ ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള ഒരു ടീം 10-20-21 ടീമിൻ്റെ നേതൃത്വത്തിൽ അവർ 15 മണിക്കൂർ മൊഴിയെടുത്ത് പഠിച്ച് ഇതിൽ കാര്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് അവർ തുടങ്ങി വച്ചിരിക്കുന്നത്. ഈ നടപടികൾ സസൂക്ഷ്മം നടത്തി ആ ഇരകൾക്ക് നീതി കിട്ടുകയും മുന്നോട്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുകയും നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മീഡിയ ശ്രദ്ധയും ഇങ്ങനെയുള്ളതായിട്ടുള്ള അക്രമ കൊലപാതക പരമ്പരകൾ എവിടെ നടന്നാലും അന്വേഷിക്കുകയും ഗവൺമെൻറ് ജാഗരൂകരായിരിക്കുമെന്ന് നമുക്ക് കരുതാം. നമ്മൾക്ക് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം. സുഹൃത്തുക്കളെ, നല്ല രീതിയിൽ അന്വേഷണമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നു. ആർക്കും അധികം പരാതിയില്ല. എവിഡൻസുകൾ ശേഖരിക്കട്ടെ, ഫോറൻസിക് പരിശോധനകൾ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ആ കാണാതെ പോയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ മാത്രമുള്ള സന്തോഷിച്ച് സമാധാനത്തോടെ പോയ കുഞ്ഞുങ്ങൾ, സാൽവേഷന് വേണ്ടി പോയവർ, മോക്ഷത്തിന് വേണ്ടി പോയവർ, സമാധാനത്തിന് വേണ്ടി പോയവർ, സന്തോഷത്തിന് വേണ്ടി പോയ ആ കുഞ്ഞു കുട്ടികൾ, ബാലികകൾ, അതേപോലെ കൗമാരക്കാർ, അതേപോലെ സ്ത്രീജനങ്ങൾ, അതേപോലെ ജീവിക്കാൻ വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള എത്രയോ ആൾക്കാർ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും ധാർമ്മിക ബോധമില്ലാതെ ചെയ്തു കൂട്ടിയ ക്രൂരതകളെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ അധികാര സ്ഥാപനങ്ങൾ നൽകും അല്ലെങ്കിൽ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സുഹൃത്തുക്കളെ, ഇങ്ങനെ അന്വേഷണ പരമ്പര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സസൂക്ഷ്മം ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അത് പറയുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും, ഏത് ജീവിക്കും അവൻ്റെ ജീവനാണ് വലുത്. ആ ജീവൻ പേടിച്ചിട്ട്, ജീവൻ പോയാൽ പോയി, ആർക്ക് പോയാലും പോയി, അത് ആർക്കും പറ്റാം, എവിടെയും പറ്റാം. അത് നമ്മുടെ തന്നെ സഹോദരന്മാരാണ് ഈ ദുരന്തത്തിൽപ്പെട്ടതെന്നുള്ള ഓർമ്മയോടുകൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടേതായ വോയിസ് ഉയർത്താം. നമ്മുടെ വോയിസ് ഉയർന്നാൽ മാത്രമേ ഗവൺമെൻറ്റും അധികാര സ്ഥാനങ്ങളും ഉണരുള്ളൂ. ഇവർക്കും ഒരുപാട് പലതരത്തിലുള്ള പ്രഷറുകളുണ്ട്, ചിന്തകളുണ്ട്, പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് അവരെയും ബാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെ ആ ഇരകൾക്കും മറ്റുള്ള ഇനിയുള്ള കുട്ടികൾക്കും ഇനിയുള്ള സ്ത്രീജനങ്ങൾക്കും, സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, ഭൂമി ദേവിയാണ്, ദേവീ തരത്തിലാണ് നമ്മൾ കാണുന്നത്. റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാരണഭൂതമായ മഹോന്നതമായ ആ ഇതിനെ ഇങ്ങനെ നമ്മൾ പിച്ചി ചീന്തിയിട്ടുള്ളതായ കാപാലികന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. വരണം. വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഇതായ വെളിപ്പെടുത്തുക. അയാൾ തെളിവടക്കം കൊണ്ടുവന്നിട്ടാണ് കോടതിക്ക് മുൻപാകെ മൊഴി നൽകിയെന്ന് പറയുമ്പോൾ അതിലൊരു അസത്യത്തിൻ്റെയുമായ ഒരു കണിക പോലും ഉണ്ടാകാൻ യാതൊരുവിധ വഴിയുമില്ല. നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ദുരൂഹമായ ഈ കൊലപാതക പരമ്പരയുടെ എല്ലാവിധ വെളിപ്പെടുത്തലുകളും വെളിയിൽ വന്ന് സത്യം പുറത്തു വന്ന് ഇരകൾക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് ആശിക്കാം, ആശ്വസിക്കാം. നമസ്കാരം.